നമസ്കാരം. എൻ്റെ പേര് ഷിബു എസ് നായർ, സ്ഥലം കാഞ്ഞിരംകുളം. കുറച്ച് മുമ്പ് ആണ് ഒരു വാർത്തയിൽ കൂടെ ഗാന്ധി കുടുംബത്തെ അപമാനിച്ചു എന്ന് കേൾക്കുന്നത്. എൻ്റെ പ്രിയ അൻവർ സാറിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സർ, 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ബംഗ്ലാദേശിൻ്റെ ഏതോ ഒരു തെരുവിൽ മറ്റൊരു പ്രശ്നവുമായിരുന്ന മഹാത്മാഗാന്ധി എന്ന എൻ്റെ ഇന്ത്യയുടെ ആത്മാവ് മഹാത്മാഗാന്ധി. നിങ്ങൾ ഗാന്ധിയെക്കുറിച്ച്, രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ആദ്യമായി എനിക്ക് ഓർമ്മ വരുന്നത് 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രിക്ക് എനിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം, എത്രയോ കഷ്ടങ്ങളിൽ കൂടെ നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ മഹാത്മാഗാന്ധി എന്ന ആ മനുഷ്യൻ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ മനുഷ്യനെ കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. എൻ്റെ പ്രിയ അൻവറിനോട് ഒരു കാര്യം പറയുകയാണ്. അൻവറെ, നീ നല്ലൊരു മേത്തനായിരുന്നുവെങ്കിൽ, നല്ലൊരു മുസ്ലിം ആയിരുന്നുവെങ്കിൽ നിൻ്റെ വായിൽ, നിൻ്റെ ഈ കെട്ട വായിൽ ഒരിക്കലും ഗാന്ധിയെക്കുറിച്ച് നീ പറയില്ല. കാരണം നീ നല്ലൊരു മുസൽമാനല്ല. പരമകാരുണ്യവനായ അള്ളാഹുവിൻ്റെ കൃപയുള്ളവനായിരുന്നുവെങ്കിൽ നീ ഇത് പറയില്ലായിരുന്നു. 5 നേരം നിസ്കരിച്ചിട്ട് എൻ്റെ ഇന്ത്യൻ മിലിറ്ററിക്കാരെ കൊല്ലുന്ന നിൻ്റെ വർഗം തീവ്രവാദികളാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് 5 വർഷം കഴിഞ്ഞാൽ മുസ്ലിം സംഘടനയെ പിടിച്ചാൽ കിട്ടില്ല എന്ന് എൻ്റെ ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സാറിന് മനസ്സിലായതുകൊണ്ടാണ് നിൻ്റെയൊക്കെ സംഘടനയെ നിരോധിച്ചത്. ആ ഒരു കാര്യത്തിൽ കേരളവും കേരളത്തിലെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ജനങ്ങളും ആ മനുഷ്യൻ്റെ കാലിൽ എന്നയോ വീണ് കഴിഞ്ഞു. എൻ്റെ അൻവറെ, മഹാത്മാഗാന്ധി, ഗാന്ധി കുടുംബത്തെക്കുറിച്ച് പറയാൻ നീ ആരാടാ അഴുക്കത്തായോളി? നിന്നെപ്പോലെ ഈ 5 നേരം നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോയി എൻ്റെ ഇന്ത്യയിലെ എൻ്റെ മിലിറ്ററിക്കാരെ കൊല്ലുന്ന അഴുക്കത്തായോളി അല്ലടാ നിൻ്റെ വർക്കവും. അത് മനസ്സിലാക്കിയത് കൊണ്ടല്ലേടാ നിന്നെയൊക്കെ കെട്ട തായോളികളായ നിന്നെപ്പോലത്തെ മേത്തന്മാരെ ഓട്ടിക്കാൻ എൻ്റെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറ് ഇനി എന്തെല്ലാം ചെയ്യുമെന്ന് ആ മനുഷ്യനെ അറിയാവൂ. നീയൊക്കെ എന്താ കരുതിയത്? കേരളത്തിലുള്ള ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഞങ്ങളെപ്പോലുള്ള ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരെ അടിച്ച് താഴ്ത്തിയിട്ട് നിൻ്റെയൊക്കെ മനസ്സിലുള്ള കേരളത്തിലൊരു കൊച്ചു പാകിസ്ഥാനാക്കാരല്ലേ നിൻ്റെ സമുദായത്തിൻ്റെ മനസ്സിലുള്ളത്? അത് നടക്കൂടാ അൻവറെ, അത് നടക്കുമോ? എടാ, കേരളത്തിൽ ഇന്ന് കേരളത്തിൽ നല്ല RSSലെ നല്ല പ്രവർത്തകരുണ്ടാ അഴുക്കത്തായോളി. നിനക്കറിയാമോ? ആ RSSലെ നല്ല പയ്യന്മാരുള്ളിടത്തോളം കാലം നിൻ്റെ ആഗ്രഹമൊന്നും, നിൻ്റെ സമുദായത്തിൻ്റെ ആഗ്രഹമൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രധാനമന്ത്രി നിൻ്റെയൊക്കെ സംഘടനയെ പിൻവലിച്ചു, സംഘടനയുടെ സാമ്പത്തിക മൊത്തവും പിൻവലിച്ചില്ലേടാ. നിനക്കും നിൻ്റെ പാർട്ടിക്കൊക്കെ മഹാത്മാഗാന്ധിയുടെ പേരല്ല, ഗാന്ധിയുടെ പേര് പറയാൻ പോലും നിൻ്റെയൊക്കെ ഈ അഴുക്ക, ഈ നാട്ടം പിടിച്ച ഈ വായിൽ വരല്ലടാ. സത്യം, ഞാനിപ്പോൾ കൃപാസനത്തിലാണ് നിൽക്കുന്നത്, കൃപാസനത്തിലെ മാതാവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ പള്ളിയിൽ പോയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സത്യം, നീ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ്. ആ മനുഷ്യനെക്കുറിച്ച് പറയാൻ നിനക്കോ നിൻ്റെ പാർട്ടിക്കോ ഒരുത്തനും മഹാത്മാഗാന്ധിയുടെ പേര് പറയരുത്. ഇന്ന് ആ മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ സായിപ്പന്മാരെ വിളിച്ചിട്ട് പറയുമായിരുന്നു, സ്വാതന്ത്ര്യം വേണ്ട, ഒന്നും വേണ്ട, കൊണ്ടുപോകുന്നു പറയുമായിരുന്നു. കാരണം നിന്നെപ്പോലത്തെ കെട്ട അഴുക്കിയ നാറിയ 5 വർഷം കൂടുമ്പം വീടുകളിൽ വന്ന് പിച്ചയാചിക്കുന്ന നിന്നെപ്പോലത്തെ കേട്ട മേത്തന്മാരെ വായിൽ ഗാന്ധിയുടെ പേര് പറയരുതടാ എന്ന് പറയും. ഗാന്ധിയുടെ അച്ഛൻ, രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യമല്ല, ആദ്യം നീ പോയി നിൻ്റെ വാപ്പ ആരാന്ന് പോയി. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ നീ ഈ വർത്തമാനം പറയില്ല. നിന്നെ കൃപാസനത്തിലെ മാതാവ് സഹായിക്കട്ടെ.